ഇങ്ങോട്ട് പോടി. നീ എന്നെ തല്ലുവല്ലടി. എടീ. Cheers. ഇത് ഋതികയുടെ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലേക്ക് വന്നതിന്റെ ഒരു ചെറിയ ചെലവാ. വലിയ ചെലവ് നമുക്ക് വല്ല ഹോട്ടലിലും വെച്ചു ആവാം. ഓക്കെ, അങ്ങനെ ആവട്ടെ. നിന്റെ ഈ സന്തോഷത്തില് ഞങ്ങളും പങ്കുചേരുന്നു. അല്ല, ആ രാജു എവിടെ? നന്ദന കട്ടയും പടവും മുടക്കി പോയോ? അവന്റെ പിറകെ നീ കുറെ കറങ്ങിയതാണല്ലോ. ഓ, അവനൊരു സ്ത്രീ വിദ്വേഷിയാണല്ലേ? കോളേജ് കാലത്ത് അവനോടൊരു ഹരം ഉണ്ടായിരുന്നു എനിക്ക്. അവൻ എന്റെ കരണത്തടിച്ചതോടെ അത് പ്രതികാരമായിട്ട് മാറി. ആ പ്രതികാരം നീ അങ്ങ് തീർത്തല്ലോ. രണ്ടും തമ്മിൽ എന്നേക്കുമേ അടിച്ച് പിരിഞ്ച്. അവൻ പോകുമ്പോ അവനേക്കാൾ എത്ര സുന്ദരന്മാരെ കണ്ടതാ ഞാൻ. അവനോടുള്ള പ്രതികാരത്തിന് നീ അവളെയും തീർത്തല്ലേടി? അവളോട് പോയി ചാവാൻ പറ. ദേ, അടുത്ത വള്ളിക്കെട്ട് വന്നല്ലോ, നിന്റെ ഭർത്താവ്. എന്താടിത്? കള്ളു കുടിക്കുന്നോ? ഇവന്മാരൊക്കെ നിന്റെ ആരാടി? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ, വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടോ. ഹലോ ബ്രോ. മാറി നിൽക്കണം. നിന്നെയൊക്കെ പരിചയപ്പെട്ട കാര്യം എനിക്കില്ല. വാടി ഇങ്ങോട്ട്. വീട്ടിൽ ചെല്ലട്ടെ. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ. കൈ വിട് ദീപു. പോരാനല്ലേ നിന്നോട് പറഞ്ഞേ? കൈ വിടാനാ പറഞ്ഞ. ഇങ്ങോട്ട് വാടി. നീ എന്നെ തല്ലുവല്ലടി. എടീ. ഇത് പൊട്ടൊന്നും നെഞ്ചിനകത്ത് പൊട്ടിച്ച ചാവൊന്നും നിനക്ക് മനസ്സിലായല്ലോ. മേലിൽ എന്റെ നേരെ കൈ പൊക്കിയ നിന്റെ തല ഇവിടെ ഉണ്ടാവില്ല, കേട്ടടാ. ഇനി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴോ മറ്റോ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ദേ എന്റെ ഫ്രണ്ട്സിനെ കണ്ടോ, ഇവന്മാര് നിന്നെ കത്തിച്ച് കളയും. സോറി നന്ദന. ചെന്ന് കാറി കയറടാ. കാറി കയറാൻ. ഫ്രണ്ട്സ്, മുറിഞ്ഞു പോയ ഈ പാർട്ടി നമുക്ക് അടുത്ത ദിവസം ഹോട്ടലിൽ വെച്ചാവാം. ഓക്കെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നടക്കടാ. കേറടാ അങ്ങോട്ട്. വണ്ടി കേറ്. സീറ്റ് ബെൽറ്റ് ഇടണം. ദീപു, പേടിക്കണ്ട ദീപു. ആവശ്യമുള്ളപ്പോ മാത്രമേ ഞാൻ ഗണ്ണെടുക്കൂ. ദീപു ഇങ്ങനെ വരണ്ടുപോയ കുറുക്കനെ പോലെ നോക്കല്ലേ. സാരി ദീപു, ശരീരം വേദനിച്ചാ ഞാൻ വയലന്റ് ആവും.
അതെന്റെ ഒരു കുഴപ്പമാ. ഞാനതിന് ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി നോക്കി, പക്ഷെ ഒരു മാറ്റവും ഇല്ല. സ്റ്റേറ്റ്സിൽ വെച്ച് ഇതുപോലെ ഞാൻ വയലന്റ് ആയപ്പോ ഒരു ആഫ്രിക്കക്കാരനെ ഷൂട്ട് ചെയ്തു. ഭാഗ്യത്തിന് അവന്റെ കൈക്കിട്ടാ വെടി കൊണ്ടത്. അതുകൊണ്ട് ചത്തില്ല. ചത്തുപോയിരുന്നെങ്കിൽ വലിയ കേസാവുമായിരുന്നു. പക്ഷെ ഞങ്ങള് കോംപ്രമൈസ് ആക്കി. ഞാൻ വയലന്റ് ആവാത്ത മട്ടില് ദീപന്റെ കൂടെ നിന്നാ മതി. ഞാൻ എന്റെ ദീപുവിനെ ഒരു ടെഡി ബെയറിനെ പോലെ നോക്കിക്കോളാം. ദീപു എന്നെ അനുസരിച്ചാ മാത്രം മതി. ഞാൻ ദീപുവിന് എന്തും തരും, എന്തും. ദീപു ഈ അമ്മയുടെ പുറകെ ഇങ്ങനെ വാലാട്ടി നടക്കല്ലേ. നല്ല സ്റ്റേൺ ആയിട്ട് നിക്കണം. നമ്മളെ രണ്ടുപേരും ഒരേ മനസ്സായി ഒറ്റ കൈയായിട്ട് നിക്കണം. നമ്മളെ തോപ്പിക്കാൻ ആരും വരരുത്. നമ്മളെ തോപ്പിക്കാൻ ആരും വരരുത്. ആ, നമ്മളെ എതിർക്കുന്നവരെ നമ്മൾ ഇല്ലാതാക്കും. നമ്മളെ എതിർക്കുന്നവരെ നമ്മൾ ഇല്ലാതാക്കും. കറക്റ്റ്. രാജു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേദനകളൊന്നും വരില്ലായിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും രാജുവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. മോളെ, ചെറിയമേ, ടെൻഷൻ കൊണ്ട് എന്റെ ഹൃദയം പൊട്ടിപ്പോവും. ഞാൻ എല്ലാ സത്യങ്ങളും അച്ഛനോട് തുറന്നു പറയാൻ പോവാ. മോളെ, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ചെറിയമ്മ. ഈ മെന്റൽ സ്ട്രെസ് കൊണ്ട് ഞാൻ ചത്തുപോവും. ചെറിയമ്മ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ അച്ഛനോട് എല്ലാം പറഞ്ഞോളാം. അതിന് സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ പറയാൻ ആ സ്ത്രീ സമ്മതിക്കുവോ? പ്രതാപേട്ടനോട് എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ ചെന്നാൽ അവരിടയ്ക്ക് ഒന്ന് ഇടിച്ചു കയറുമല്ലോ. എന്തായാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ചെറിയമ്മ. അച്ഛനോട് പറഞ്ഞേ പറ്റൂ. പറയുമ്പോ ഇവിടെ ഒരു പൊട്ടിത്തെറി നമ്മൾ പ്രതീക്ഷിക്കണം മോളെ. ചെറിയമ്മ, ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ? എന്തും വരട്ടെ, രണ്ടും കൽപ്പിച്ച് നമുക്ക് പറയാം. ശരി മോള് വാ.